ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ 18ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്, അതായത് സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയകൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമൂഹ്യ മാറ്റം എന്താണെന്നാണ് പഠിച്ചത്. സമൂഹത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇനിയും ഈ സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയകളൊക്കെ എന്തൊക്കെയാണ് എന്നാണ്, പ്രോസസ്സ് എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്? സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കറിയാം, സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന വ്യതിയാനം, അതിനെയാണ് നമ്മൾ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു സമൂഹത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു നിരവധിയായ ഘടകങ്ങളാണ് ഒരു സമൂഹത്തിനുള്ളത്, അല്ലേ? അവരുടെ സാമൂഹ്യ ജീവിതം, അതുപോലെ വിദ്യാഭ്യാസം, പിന്നെ അവിടുത്തെ നിയമങ്ങൾ, ഇതെല്ലാം ഒരു സമൂഹത്തിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നതാണ്. ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമൂഹ്യ മാറ്റം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ സാമൂഹ്യ മാറ്റത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയും, ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സാമൂഹ്യ മാറ്റം സർവ്വലൗകികമാണ്, എല്ലായിടത്തും നടക്കുന്ന ഒന്നാണ് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. സാമൂഹ്യ മാറ്റം സംഭവിക്കുന്ന എല്ലായിടത്തും ഒരുപോലെയല്ല. സാമൂഹ്യ മാറ്റം എല്ലായിടത്തും ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല അമേരിക്കയിൽ നടക്കുന്ന സാമൂഹ്യ മാറ്റം. അപ്പോൾ സാമൂഹ്യ മാറ്റം എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും അത് വ്യത്യസ്തമായ രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് പല തലത്തിലാണ്. സാമൂഹ്യ മാറ്റം പലയിടങ്ങളിൽ പല തലത്തിലാണ് ഈ സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നതായിട്ട് പറയുന്നത്. ഇനി ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദ ടേംസ് ഇവല്യൂഷൻ ആൻഡ് റവല്യൂഷൻ. ഇവല്യൂഷനും റവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമവും, റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവവും. അപ്പം പരിണാമവും വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? പരിണാമ സിദ്ധാന്തം എന്താണ്? പരിണാമ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാർവിൻ്റെയാണ് ഈ പരിണാമ സിദ്ധാന്തം. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആണെല്ലാം പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണമിക്കുക എന്ന വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് പരിണാമം. പരിണമിക്കുക എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടുക എന്നാണ് അർത്ഥം. പരിണമിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? രൂപാന്തരപ്പെടുക. ഇംഗ്ലീഷിൽ എവല്യൂഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് വേർതിരിഞ്ഞ് സംയോജിക്കുന്ന ഒരു പ്രക്രിയയാണ് പരിണാമം. ഒരു സമൂഹം ലളിത രൂപത്തിൽ നിന്ന് സങ്കീർണ രൂപത്തിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്നതിനെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിനകത്തൊക്കെ പറയുന്നുണ്ട്, മനുഷ്യൻ ആദ്യം ഒരു ഏകകോശ ജീവിയായിരുന്നല്ലോ. ജീവൻ ഇവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏകകോശ ജീവിയിലാണ് തുടങ്ങുന്നതെന്നും അത് വെള്ളത്തിലാണ് കാണപ്പെട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നാണ് ഇങ്ങനെ ഇപ്പോൾ കാണുന്ന ഈ സങ്കീർണ അവസ്ഥയിലേക്ക് ജീവനൊക്കെ എത്തിച്ചേർന്നത് എന്നൊക്കെയാണ് പരിണാമ സിദ്ധാന്തത്തിനകത്ത് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ സമൂഹത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും സംഭവിക്കുന്നതെന്നാണ് പരിണാമത്തിലൂടെ പറയുന്നത്. എന്താണ്? സമൂഹത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതരം പരിണാമ പ്രക്രിയയിലൂടെയാണ്. ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും എന്നിട്ട് അവനാണേൽ പലയിടങ്ങളിൽ താമസിച്ച് ഉയർച്ചയിൽ പടവുകളിലേക്ക് വരികയും ഒക്കെ ചെയ്തതിനെക്കുറിച്ചാണ് ഈ ലളിത സമൂഹത്തിൽ നിന്ന് സങ്കീർണമായതിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ സങ്കീർണമായ സമൂഹത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആദ്യകാലം എന്ന് പറഞ്ഞാൽ ലളിത സമൂഹമായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പരിണാമം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പരിണാമത്തിൻ്റെ പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലളിത സമൂഹത്തിൽ നിന്ന് സങ്കീർണാവസ്ഥയിലേക്ക് മാറുന്നു. പരിണാമം സംഭവിക്കുമ്പോൾ ഐക്യരൂപമുള്ള സമൂഹം സങ്കരരൂപം കൈക്കൊള്ളുന്നു. പിന്നെ അത്ര വ്യതിരിക്തമല്ലാത്ത സമൂഹം കൂടുതൽ വ്യതിരിക്തമായി തീരുന്നു. ഇതൊക്കെയാണ് പരിണാമത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ 18ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്, അതായത് സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയകൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമൂഹ്യ മാറ്റം എന്താണെന്നാണ് പഠിച്ചത്. സമൂഹത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇനിയും ഈ സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയകളൊക്കെ എന്തൊക്കെയാണ് എന്നാണ്, പ്രോസസ്സ് എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്? സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കറിയാം സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന വ്യതിയാനം, അതിനെയാണ് നമ്മൾ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു സമൂഹത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു നിരവധിയായ ഘടകങ്ങളാണ് ഒരു സമൂഹത്തിനുള്ളത് അല്ലേ? അവരുടെ സാമൂഹ്യ ജീവിതം അതുപോലെ വിദ്യാഭ്യാസം, പിന്നെ അവിടുത്തെ നിയമങ്ങൾ, ഇതെല്ലാം ഒരു സമൂഹത്തിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നതാണ്. ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമൂഹ്യ മാറ്റം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ സാമൂഹ്യ മാറ്റത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയും ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ചിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സാമൂഹ്യ മാറ്റം സർവ്വലൗകികമാണ്. എല്ലായിടത്തും നടക്കുന്ന ഒന്നാണ് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. സാമൂഹ്യ മാറ്റം സംഭവിക്കുന്ന എല്ലായിടത്തും ഒരുപോലെയല്ല. സാമൂഹ്യ മാറ്റം എല്ലായിടത്തും ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല അമേരിക്കയിൽ നടക്കുന്ന സാമൂഹ്യ മാറ്റം. അപ്പോൾ സാമൂഹ്യ മാറ്റം എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും അത് വ്യത്യസ്തമായ രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് പല തലത്തിലാണ്. സാമൂഹ്യ മാറ്റം പലയിടങ്ങളിൽ പല തലത്തിലാണ് ഈ സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നതായിട്ട് പറയുന്നത്. ഇനി ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദ ടേംസ് ഇവല്യൂഷൻ ആൻഡ് റവല്യൂഷൻ. ഇവല്യൂഷനും റവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമവും, റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവവും. അപ്പം പരിണാമവും വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? പരിണാമ സിദ്ധാന്തം എന്താണ്? പരിണാമ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാർവിൻ്റെയാണ് ഈ പരിണാമ സിദ്ധാന്തം. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആണെല്ലാം പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണമിക്കുക എന്ന വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് പരിണാമം. പരിണമിക്കുക എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടുക എന്നാണ് അർത്ഥം. പരിണമിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? രൂപാന്തരപ്പെടുക. ഇംഗ്ലീഷിൽ എവല്യൂഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് വേർതിരിഞ്ഞ് സംയോജിക്കുന്ന ഒരു പ്രക്രിയയാണ് പരിണാമം. ഒരു സമൂഹം ലളിത രൂപത്തിൽ നിന്ന് സങ്കീർണ രൂപത്തിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്നതിനെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിനകത്തൊക്കെ പറയുന്നുണ്ട്, മനുഷ്യൻ ആദ്യം ഒരു ഏകകോശ ജീവിയായിരുന്നല്ലോ. ജീവൻ ഇവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏകകോശ ജീവിയിലാണ് തുടങ്ങുന്നതെന്നും അത് വെള്ളത്തിലാണ് കാണപ്പെട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നാണ് ഇങ്ങനെ ഇപ്പോൾ കാണുന്ന ഈ സങ്കീർണ അവസ്ഥയിലേക്ക് ജീവനൊക്കെ എത്തിച്ചേർന്നത് എന്നൊക്കെയാണ് പരിണാമ സിദ്ധാന്തത്തിനകത്ത് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ സമൂഹത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും സംഭവിക്കുന്നതെന്നാണ് പരിണാമത്തിലൂടെ പറയുന്നത്. എന്താണ്? സമൂഹത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതരം പരിണാമ പ്രക്രിയയിലൂടെയാണ്. ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും എന്നിട്ട് അവനാണേൽ പലയിടങ്ങളിൽ താമസിച്ച് ഉയർച്ചയിൽ പടവുകളിലേക്ക് വരികയും ഒക്കെ ചെയ്തതിനെക്കുറിച്ചാണ് ഈ ലളിത സമൂഹത്തിൽ നിന്ന് സങ്കീർണമായതിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ സങ്കീർണമായ സമൂഹത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആദ്യകാലം എന്ന് പറഞ്ഞാൽ ലളിത സമൂഹമായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പരിണാമം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പരിണാമത്തിൻ്റെ പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലളിത സമൂഹത്തിൽ നിന്ന് സങ്കീർണാവസ്ഥയിലേക്ക് മാറുന്നു. പരിണാമം സംഭവിക്കുമ്പോൾ ഐക്യരൂപമുള്ള സമൂഹം സങ്കരരൂപം കൈക്കൊള്ളുന്നു. പിന്നെ അത്ര വ്യതിരിക്തമല്ലാത്ത സമൂഹം കൂടുതൽ വ്യതിരിക്തമായി തീരുന്നു. ഇതൊക്കെയാണ് പരിണാമത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. അടുത്തത് അപ്പോൾ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാവകാശം നടക്കുന്ന ഒരു മാറ്റത്തെയാണ് നമ്മൾ എവല്യൂഷൻ അല്ലെ പരിണാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്കുള്ള മനുഷ്യൻ്റെ മാറ്റം, അതൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്ത വിപ്ലവമാണ്, റവല്യൂഷൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിപ്ലവകരമായ മാറ്റം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് നടക്കുന്ന മാറ്റത്തെയാണ് നമ്മൾ റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പെട്ടെന്ന് കുതിച്ചുയരുക എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുക സമൂഹത്തിലാണെങ്കിൽ അത് സമൂഹത്തിൻ്റെ സിസ്റ്റത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നതിലൂടെയാണ്. അതിനൊരു ഉദാഹരണമാണ് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം 1780 നടന്ന 1750 വ്യവസായ വിപ്ലവം ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം അതുമെല്ലാം സമൂഹത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ്. ഫ്രഞ്ച് വിപ്ലവവും അതുപോലെ വ്യവസായ വിപ്ലവം എല്ലാം സമൂഹത്തിൽ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ സഹായിച്ചതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രസ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രോഗ്രസ്സും ഡെവലപ്മെൻറ്റ്. അതായത് പ്രോഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഗതിയും വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഒരു സമൂഹത്തിൽ പുരോഗതി ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതെന്താണെന്നാണ് നോക്കുന്നത്.
സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നതിന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് എങ്കിൽ അതിനെ പുരോഗതി എന്ന് പറയുന്നു. പുരോഗതിയുടെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. പുരോഗതി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്, സമൂഹത്തിൽ എങ്ങനെയാണ് പുരോഗതി സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന്. അതായത് പുരോഗതിയിൽ കഴിഞ്ഞ കാലത്തിൻ്റെ നിലനിൽക്കുന്ന കാലത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ കാലവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ, പുരോഗതി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. പിന്നെ പുരോഗതി സൂചിപ്പിക്കുന്നത് മുൻകൂട്ടി തീരുമാനിച്ച ചോദ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ്. സാങ്കേതിക പുരോഗതിയിൽ പണം, വാർത്താവിനിമയം, ഗതാഗതം എന്നിവ ഉൾപ്പെടുന്നു. പുരോഗതി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറുന്ന ഒന്നാണ്. മനുഷ്യ വികസനത്തിൻ്റെ മുന്നോടി പുരോഗതി തന്നെയാണ്. മനുഷ്യൻ വികസിക്കുന്നതിൻ്റെ മുന്നോടി എന്ന് പറയുന്നത് പുരോഗതിയാണ്. ഒരു സമൂഹം സങ്കീർണമായി തീരുന്നതും തൊഴിൽ വിഭജനം സംഭവിക്കുന്നതും പുരോഗതിയോട് കൂടിയാണ്. ഒരു സമൂഹം ലളിതമായതിൽ നിന്ന് സങ്കീർണമായി തീരുകയും അവിടെ തൊഴിൽ വിഭജനം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പുരോഗതിയുടെ ഭാഗമായിട്ടാണ്. പുരോഗതി പ്രധാനമായും 2 കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന് അത് തുടങ്ങിയ സമയവും മറ്റൊന്ന് പുരോഗതി എത്തി നിൽക്കുന്ന സമയം. പുരോഗതി പ്രധാനമായിട്ടും 2 കാര്യങ്ങളെ ആശ്രയിക്കുന്നു. ഒന്ന് അത് തുടങ്ങുന്ന സമയം എങ്ങനെയായിരിക്കും, പിന്നെ അത് പുരോഗതിയിൽ എത്തി നിൽക്കുന്ന സമയം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്താണ് വികസനം. വികസനത്തിൻ്റെ സ്വഭാവം, സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സമൂഹത്തിൽ നടപ്പിലാക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ വികസനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സമൂഹത്തിൽ നടപ്പിലാക്കുന്ന മാറ്റങ്ങളാണ് വികാസം അല്ലെങ്കിൽ വികസനം എന്നൊക്കെ പറയുന്നത് ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങളെയും ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സംഭവങ്ങളെയും എല്ലാം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പം വികസനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വികസനം ഓരോ സമൂഹത്തിലും വ്യത്യാസമായിരിക്കും അല്ലേ. ഓരോരുത്തർക്കും വികസനം എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. വികസനം പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വികസനം എന്ന് പറയുമ്പം അത് പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ കാർഷികം, ആരോഗ്യം, വിദ്യാഭ്യാസം, കച്ചവടം എന്നീ മേഖലകളിലുമായി വികസനം സംഭവിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ എല്ലാ മേഖലകളിലും വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക രീതിയിലാണെങ്കിലും കച്ചവട രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രീതിയിലാണെങ്കിലും എല്ലാം വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, സ്ത്രീകളുടെയും അശരണരുടെയും ക്ഷേമം, ന്യൂനപക്ഷ ക്ഷേമം തുടങ്ങിയവയെല്ലാം ഒരു രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ 3 പാറ്റേൺസ് ഓഫ് ദ സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിൻ്റെ 3 മാതൃകകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലീനിയർ ചേഞ്ച്. ഒരേ രീതിയിലുള്ള മാറ്റം. ഇത് പാരമ്പര്യ അടിസ്ഥാനത്തിൽ നിന്നുള്ള മാറ്റമാണ്. സമൂഹം വളരെ ലളിതമായ അവസ്ഥയിൽ നിന്ന് സങ്കീർണമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ലീനിയർ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി സൈക്ലിക്കൽ ചേഞ്ച്, അതായത് സമൂഹത്തിൻ്റെ മാറ്റം ചാക്രികമായാണ് നടക്കുന്നത്. ഇത് ഒരു ഘട്ടത്തിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് എത്തുകയും വീണ്ടും ആ ഘട്ടം തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. അടുത്ത സാമൂഹ്യ മാറ്റത്തിൻ്റെ മറ്റൊരു മാതൃക എന്ന് പറയുന്നത് സൈക്ലിക്കൽ ചേഞ്ചാണ്. അതായത് സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചാക്രികമായി നടക്കുന്ന ഒന്ന്. അതായത് കറങ്ങി വരിക. ഒന്ന് കഴിഞ്ഞു പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്ന് വന്നു, അത് കഴിഞ്ഞ് പിന്നെയും അത് തന്നെ തിരിച്ച് വീണ്ടും വരുന്നതിനെയാണ് നമ്മൾ ഈ ചാക്രികമായി കറങ്ങുക എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിൻ്റെ മാറ്റം ചാക്രികമായാണ് നടക്കുന്നത്. ഇത് ഒരു ഘട്ടത്തിൽ നിന്ന് മാറി മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു, വീണ്ടും ആദ്യ ഘട്ടം വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്. അതായത് ഏറ്റക്കുറച്ചിലുകൾ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. ചില സാമൂഹ്യ സാഹചര്യങ്ങളിൽ മാറ്റം വളരെ സാവധാനത്തിലേ സംഭവിക്കുന്നുള്ളൂ. മറ്റു ചിലതിൽ ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. ഉദാഹരണത്തിന് ആണെങ്കിലും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ചിലപ്പോൾ കർഷകർക്ക് നല്ല ഗുണകരമായിട്ട് ബാധിക്കാറുണ്ട്, ചിലപ്പം കർഷകരെ അത് ദുരിതപൂർണ്ണം ആക്കാറുമുണ്ട്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വിവരിക്കുക. സാമൂഹ്യ മാറ്റത്തിൻ്റെ സിദ്ധാന്തങ്ങൾ. അപ്പോൾ അതാണെങ്കിൽ പരിണാമപരമായ സമീപനം, നിർവഹണക്ഷമതാപരമായ സമീപനം, അതുപോലെ തന്നെ സംഘടനാവാദം, ചാക്രിക സിദ്ധാന്തം, എവല്യൂഷണറി അപ്രോച്ച്, ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്, കോൺഫ്ലിക്റ്റ് തിയറി,
സൈക്ലിക്കൽ തിയറി. ഇത്രയാണ് സാമൂഹ്യ മാറ്റത്തിൻ്റെ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പരിണാമപരമായ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ മാറ്റത്തിൻ്റെ ദിശയും വർദ്ധിച്ചു വരുന്ന സങ്കീർണതയും സംഘടനാപരമായ വേർതിരിവുകളുമാണ് പരിണാമ സിദ്ധാന്തങ്ങളുടെ പ്രധാന തത്വങ്ങൾ. അതായത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സങ്കീർണമായ അവസ്ഥകൾ, ഇതെല്ലാമാണ് നമ്മൾ പരിണാമ സിദ്ധാന്തത്തിൽ കാണുന്നത്. ഓരോ സമൂഹവും കൂടുതൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്, അതുപോലെ ഓരോ സമൂഹവും ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സോഷ്യോളജിയുടെ പിതാവായ അഗസ്റ്റസ് കൊംതെ പറയുന്നത്. സമൂഹം എല്ലാം ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് 3 വ്യക്തമായ ഘട്ടങ്ങളിലൂടെയാണ് ഈ പരിവർത്തനങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെയാണ് അഗസ്റ്റസ് കൊംതെ വിശ്വസിക്കുന്നത്. ഇനി അടുത്തത് നിർവഹണക്ഷമതാപരമായ സമീപനം. സാമൂഹ്യ പ്രതിഭാസങ്ങൾക്ക് മറ്റ് സാമൂഹ്യ പ്രതിഭാസങ്ങളുമായുള്ള പ്രതിപ്രവർത്തനവും പരസ്പരാശ്രയത്വവും വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നിർവഹണക്ഷമതാവാദം. അതായത് മറ്റുള്ള സാമൂഹ്യ പ്രതിഭാസങ്ങൾക്ക് മറ്റ് സാമൂഹ്യ പ്രതിഭാസങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കുന്നതാണിത്. ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ടാൽക്കോട്ട് പഴ്സൺസ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് പറയുന്നത്. സംഘടനാവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാവാദികളുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഒരു ഗണം മറ്റൊരു ഗണത്തിനെതിരെ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. അതായത് തൊഴിലാളി എപ്പോഴും മുതലാളിമാരോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് വർഗസമരം. ഇതിൻ്റെ വക്താവായിട്ടൊക്കെ നമ്മൾ പറയുന്നത് കാറൽ മാർക്സിനെയാണ്. അടുത്തതാണ് ചാക്രിക സിദ്ധാന്തം. ചാക്രിക സിദ്ധാന്തക്കാർ മാറ്റത്തെ കാണുന്നത് ഒരു വലിയ ചക്രം അഥവാ വൃത്തമായിട്ടാണ്. അതായത് ഒരു വലിയ ചക്രമോ അഥവാ വൃത്തമായിട്ടൊക്കെയാണ് പരിവർത്തനവാദികൾ. ദീർഘകാല പ്രവണതകളൊന്നും അവർ കാണുന്നേയില്ല. അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവർ കാണുന്നതാണല്ലോ. അതായത് സൈദ്ധാന്തിക സിദ്ധാന്തത്തിനകത്ത് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞു വേറൊരു ഘട്ടം വരുന്നു, അത് കഴിഞ്ഞ് മറ്റൊരു ഘട്ടം വരുന്നു, പിന്നെ ആദ്യത്തെ ഘട്ടം പിന്നെയും ഇങ്ങനെ റൗണ്ട് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ചാക്രിക സിദ്ധാന്തം എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സാമൂഹ്യ മാറ്റത്തിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ സവിശേഷതകൾ. സാമൂഹ്യ മാറ്റം എല്ലാ സമൂഹങ്ങളിലും സംഭവിക്കുന്നതാണ്. സാമൂഹ്യ മാറ്റം എല്ലായിടത്തും കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു സമൂഹവും മാറ്റമില്ലാതെ നിലനിൽക്കുന്നില്ല. എല്ലാ സമൂഹത്തിനും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഒരു സമൂഹവും മാറ്റമില്ലാതെ നിലനിൽക്കുന്നില്ല. അത് ജനസംഖ്യയിലാണേലും സാങ്കേതികവിദ്യയുടെ കാര്യത്തിലാണേലും എല്ലാം, ആശയങ്ങളുടെ കാര്യത്തിലും മൂല്യങ്ങളുടെ കാര്യത്തിലും എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തത് സമൂഹമാറ്റം ഒരു സമുദായ മാറ്റമാണ്. സമൂഹമാറ്റം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്കോ സംഭവിക്കുന്ന ഒന്നല്ല, പകരം സമൂഹത്തിന് മൊത്തം സംഭവിക്കുന്നതാണ്. അടുത്തത് സാമൂഹ്യ മാറ്റത്തിൻ്റെ വേഗത എല്ലായിടത്തും ഒരുപോലെയല്ല. സമൂഹമാറ്റം എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഒരുപോലെയല്ല എല്ലായിടത്തെയും. ചിലയിടങ്ങളിൽ അത് വളരെ പെട്ടെന്ന് നടക്കുന്നു, ചിലയിടത്ത് വളരെ സാവകാശം നടക്കുന്നു. ഇന്ത്യക്കും സാമൂഹ്യ മാറ്റം പെട്ടെന്ന് സംഭവിക്കാറുണ്ട്. ഇന്ത്യയിലും ആധുനിക ലോക രാജ്യങ്ങളിലൊക്കെ സാമൂഹ്യ മാറ്റം വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് സാമൂഹ്യ മാറ്റം വളരെ പെട്ടെന്ന് നടക്കുന്നു. ഇന്ത്യയിലും ഇത് സംഭവിക്കുന്നുണ്ട്. സമൂഹമാറ്റം സംഭവിക്കുന്നത് ഒരു നിയമം പോലെയാണ്. സമൂഹമാറ്റം നിയമം പോലെയാണ്. ഇത് സ്വാഭാവികമായ ഒന്നാണ്. മാറ്റം സമൂഹത്തിൽ സ്വാഭാവികമായി തന്നെ നടന്നുകൊണ്ടിരിക്കും. സാമൂഹ്യ മാറ്റം മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല, വ്യക്തമായി നിർവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ് സാമൂഹ്യ മാറ്റം. സാമൂഹ്യ മാറ്റം ഒന്നിനു പിറകെ ഒന്നായി സംഭവിക്കുന്നു. സാമൂഹ്യ മാറ്റം സംഭവിക്കുന്നത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ ആണ്. സാമൂഹ്യമാറ്റം ഒരുപാട് കടമകൾ കടന്നാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചും അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളും ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ചു, സിദ്ധാന്തങ്ങൾ പഠിച്ചു. എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നല്ലപോലെ വായിക്കുക, ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ പഠിച്ചു വെക്കുക. ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.